പൊന്നിൻ ചിലമ്പുലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പുലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പുലി കേട്ടുണർന്നു. നമസ്കാരം, ഞാൻ താഹിർ സുരളയ, വാഴക്കാലയാണ് സ്വദേശം. കൊച്ചിൻ സുരളയ എന്ന ബാൻഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ പ്രോഗ്രാം ചെയ്യുന്നതും പാടുന്നതൊക്കെ. നഴ്സറി മുതലേ പാട്ടുകൾ പാടുമായിരുന്നു, ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ്. അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് എൻ്റെ പാരൻസ് തന്നെയാണ്. എൻ്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര താല്പര്യം. അവരുടെ താല്പര്യത്തിന് തന്നെയാണ് കൂടുതലും പ്രോഗ്രാംസൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നത്. പിന്നെ കൂടുതലും ഒരു 5th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഗാനമേളകൾക്ക് സജീവമായി. പാട്ടിനോടുകൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം പ്ലേ ചെയ്യുമായിരുന്നു. അത്യാവശ്യം കോങ്കോ ഡ്രം, തബല, ഡ്രംസ്, റിതം പാഡ്, കമ്പോസറൊക്കെ പ്ലേ ചെയ്യുന്നതുകൊണ്ടിട്ട് കൂടുതൽ പ്രോഗ്രാമിലേക്ക് ഞാൻ സജീവമായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ കൂടുതലായിട്ടും ഗാനമേളകൾക്ക് സജീവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ കൊച്ചിൻ ഡാൻസ് മ്യൂസിക്സ്, കൊച്ചിൻ ബീറ്റേഴ്സ് എന്നീ ട്രൂപ്പുകളിലൊക്കെ 10-15 വർഷത്തോളം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് പിന്നെ എനിക്ക് എൻ്റെ കൂടെ ഒരുപാട് കുട്ടികൾ, ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കൊച്ചിൻ സ്വരളയ. അതിനകത്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ബാൻഡായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്നത്. 10th കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തൃപ്പൂണിത്തുറയിലെ ഓൾ കേരള സിംഗേഴ്സിന് ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിനകത്ത് നമ്മുടെ കാക്കനാട് മേഖലയിൽ നിന്ന് എന്നെയാണ് ക്ഷണിച്ചത്. അപ്പോൾ അതിന് ഭാഗവത്താനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നന്ദി അറിയിക്കേണ്ടത് മരിച്ചുപോയ നമ്മുടെ കൗൺസിലർ ഒരു മമ്മാലിക്ക ഉണ്ടായിരുന്നു, മുഹമ്മദ് അലിക്ക, നമ്മുടെ തോപ്പിലാണ്. പുള്ളി മരിച്ചുപോയി. അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചതും ഞാൻ അവിടെ പോയതും. ആ പുരസ്കാരം നൽകിയത് നമ്മുടെ പ്രശസ്ത നടി രമ്യ നമ്പീശനായിരുന്നു. രമ്യ നമ്പീശൻ ആ സമയത്തൊക്കെ തിളങ്ങി വരുന്ന സമയമാണ്. രമ്യ നമ്പീശൻ്റെ കയ്യിൽ നിന്നാണ് അന്ന് ആ പുരസ്കാരം എനിക്ക് ലഭിച്ചത്. തൃപ്പൂണിത്തുറ വെച്ചായിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ പിന്നെ കൂടുതലും പാടുന്നത് ദാസേട്ടൻ്റെയും റാഫി സാബിൻ്റെയും SPB സാറിൻ്റെയൊക്കെ മെലഡിയാണ് കൂടുതലും പാടുന്നത്. എൻ്റെ വോയിസിന് ആപ്റ്റായിട്ടുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതലും തിരഞ്ഞെടുത്ത് പാടാറുള്ളത്. പിന്നെ ഫാസ്റ്റ് നമ്പർ പാടാറുണ്ട്. ഓപ്പൺ വേദികളിലൊക്കെ കൂടുതലും സജഷൻ വരുന്നത് ഫാസ്റ്റ് നമ്പേഴ്സിനാണല്ലോ. അപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടാറുണ്ട്. SPB സാറിൻ്റെ മാങ്കുയിലെ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട്. വന്ദേട്ട പാൽക്കാരൻ, ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ കുറേ പാടാറുണ്ട്. പിന്നെ കൂടുതലും നമ്മുടെ വോക്കലിന് ആപ്റ്റായിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും ഞാൻ സെലക്ട് ചെയ്ത് പാടാറുള്ളത്. തേരി ആँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम टले, मेरा जीना मेरा मरना इन्हीं पलकों के सिवे, तेरी आँखों के सिवा दुनिया में रखा क्या है. ഇത് റാഫി സാബിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതെപ്പോഴും പാടാറുള്ള പാട്ടാണ്. ഓപ്പൺ വേദികളിൽ ഒരുപാട് ഓഡിയൻസിൻ്റെ സജഷൻ വന്നിട്ടുള്ള പാട്ടുകളിലൊന്നാണ് നമ്മുടെ SPB സാറിൻ്റെ കരകാട്ടക്കാരനുള്ള മാങ്കുയിലെ പൂങ്കുയിലെ. അത് വേദികളിൽ എപ്പോഴും എന്നോട് പാടാൻ ഓഡിയൻസ് എപ്പോഴും പറയാറുണ്ട്. അത് പാടുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് ആ പാട്ട് പാടുമ്പോൾ. എന്താണെന്നറിയില്ല, എനിക്ക് നമ്മുടെ വോക്കലായിട്ട് കുറച്ച് ബന്ധമുള്ളൊരു പാട്ടാണ് ആ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഞാനപ്പോൾ അത് തകിൽ കൊട്ടി പാടാറുണ്ട്. തകിൽ അത്യാവശ്യം പ്ലേ ചെയ്യും. അപ്പോൾ തകിൽ സ്വന്തമായിട്ട് ഞാൻ കൊട്ടി പാടാറുണ്ട് ആ പാട്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ 2 ലൈൻ പാടിത്തരാം. மாங்குயில பூங்குயில சேதி ஒன்று கேளு,
ஒன்ன மாலையிட தேடி வரும் நாள் எந்த நாள் மாங்குயில பூங்குயில செய்தி ஒன்று கேளு ஒன்ன மாலையிட தேடி வரும் நாள் எந்த நாள் முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால மாங்குயில பூங்குயில செய்தி ஒன்று கேளு ஒன்ன மாலையிட തേടി വരൂ നാള് എന്താ നാള്. വേദികളിൽ ഏറ്റവും കൂടുതൽ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് നമ്മുടെ ക്ലാസിക്കൽ സോങ്ങുകൾ. ഏറ്റവും കൂടുതൽ ദാസേട്ടൻ്റെ പാട്ടുകൾ, പ്രമദവനം, അതേപോലെ ഏഴുസ്വരങ്ങളും ഹരിമുരളീരവം, SPB സാറിൻ്റെ ശങ്കര, ഇതൊക്കെ പാടാൻ ഭയങ്കര ആഗ്രഹങ്ങളാണ് മനസ്സിലെപ്പോഴും. നമ്മൾ കൂടുതലും മെലഡിയും ഈ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടുമ്പോൾ മറ്റുള്ള വേദികളിലൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് നമ്മൾ പാടാൻ ശ്രമിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, സംഗീതം പഠിച്ചിട്ടില്ല നമ്മളാരും. ഞാൻ പഠിച്ചിട്ടില്ല, സംഗീതം പഠിച്ചിട്ടില്ല. സംഗീതം പഠിക്കാതെ തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ദാസേട്ടൻ്റെ ഹരിമുരളീരവം ഒരു 2 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം. ഇത്രേ അറിയുള്ളൂ. ബാക്കി പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പാടാൻ ശ്രമിച്ചിട്ടില്ല. എന്തായാലും ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ക്ലാസിക്കലിലേക്ക് ഞാൻ കിടക്കും. സംഗീതം കൊണ്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. നമുക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ തന്നിരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ കൂടുതലും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഞാൻ ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ട്രാക്കുകൾ പാടാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1-2 തമിഴ് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 1-2 ലൈൻസ് എനിക്ക് മനസ്സിൽ ഓർക്കുന്നുണ്ട്. 2 മെലഡികളാണ് കൂടുതൽ പാടിയത്. ഒന്ന് ആരവല്ലി സൂരവല്ലിയേ, ഇതൊരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. പിന്നെ ഒരു കാറ്റും തീയാച്ച്, ഇതൊരു മെലഡി സോങ് ആയിരുന്നു, സോളോ. പിന്നെ കുറേ മറ്റേ മലയാളം പാട്ടുകൾ ഇതേപോലെ കുറേ ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇതൊക്കെ കുറേ ഭയങ്കര നേട്ടങ്ങളാണ് ഇതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് സംഗീതത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ താല്പര്യം. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. ഫാദർ, മദർ, പിന്നെ ഒരു ബ്രദർ, 2 സിസ്റ്റേഴ്സ്. അവരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി. ബ്രദർ അബ്രോഡാണ്. പിന്നെ എൻ്റെ വൈഫ്, എനിക്ക് 3 കുട്ടികളാണ്. ഫാദർ 2001 മരിച്ചു. ആ സമയത്ത് മരിച്ചു. പിന്നെ കൂടുതലും കുടുംബ വേളകളിൽ നമ്മൾ കൂടുതലും സന്തോഷം അവർക്ക് കിട്ടുന്നത് മാപ്പിളപ്പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ സജീവമായിട്ട് ഞാൻ പാടുന്നുണ്ട്. കുട്ടികൾക്കും എൻ്റെ ഉമ്മച്ചിക്കും എൻ്റെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാപ്പിളപ്പാട്ടുകൾ. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിനായിട്ട് കുറേ മാപ്പിളപ്പാട്ടുകൾ എപ്പോഴും പാടാറുണ്ട്. രാത്രി ഉമ്മച്ചീൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ഞാൻ മാപ്പിളപ്പാട്ടുകൾ കുറേ പാടി കൊടുക്കാറുണ്ട്. അങ്ങനെ കേട്ടിരുന്ന് ഉമ്മച്ചി ഉറങ്ങാറുമുണ്ട്. അപ്പോൾ അതിൽ ഒരു ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഞാൻ പാടാം. അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്തു തീർത്തവനേ ഹല്ലാക്കുടയവനേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്തു തീർത്തവനേ ഹല്ലാക്കുടയവനേ. നാടൻ പാട്ടുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എൻ്റെ കുട്ടികൾക്ക്. അവർക്ക് വേണ്ടിയിട്ട് താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലിക്കോര പരിച്ചാട്ടേ. താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാലിക്കോര ഭരിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താര തകദിനന്തകത്തെയ്താര താത്തിനന്തക
അന്തിക്കൊരുത്തി മുറുക്കിച്ചു വപ്പിച്ചു വീണത് ചേറ്റിലാണ് വെറ്റമൻ തിന്നോളേ തത്തച്ചുണ്ടുള്ള വാ മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കിച്ചു വപ്പിച്ചു വീണത് ചേറ്റിലാണ് തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ ആ ഹേ ഹോ ആ. എല്ലാവർക്കും നന്ദി. എല്ലാവരും ഈ പ്രോഗ്രാം കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം.